മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കാരണങ്ങളില്ലാതെ പോലും ചിലർ നമ്മെ അകറ്റുമ്പോൾ ഒന്നിനും കാരണമാവാതെ നമ്മൾ തനിയെ നടന്നകലണം. ആവശ്യം കഴിഞ്ഞാൽ പലരും ഒരു അനാവശ്യമായി മാറും. നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എപ്പോഴും നമ്മുടെ പരിധിയിൽ തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല, ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിലും മികച്ചതാകാൻ വേണ്ടിയാണ്. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം. ഭക്തരെ, കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. സത്യത്തിന് ഭാരം കൂടുതൽ ഉള്ളതുകൊണ്ട് അത് വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് പടരില്ല. എന്നാൽ കള്ളങ്ങൾക്ക് ഭാരം തീരെ കുറവായതിനാൽ അത് മറ്റുള്ളവരിലേക്ക് വേഗത്തിൽ പടരും. ഭക്തരെ, നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം പലപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും. ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ വാക്കുകളിൽ നിന്നല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. ആരെയും വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും വേദനിപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് പല ആവശ്യങ്ങളും വരും. അതവരുടെ ആവശ്യം ആയിരിക്കില്ല, പകരം നിങ്ങളുടേത് ആയിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത്. ഭക്തരെ, ആരും നമ്മുടെ നല്ലതൊന്നും ആഗ്രഹിക്കുന്നില്ല. പലർക്കും അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളുമാണ് പ്രധാനം. പല മനുഷ്യരും സ്വാർത്ഥരാണ്. സന്തോഷം അവർക്കു മാത്രമേ പാടുള്ളൂ എന്ന തോന്നലാണ്. പരസ്പരം മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അവിടെ നഷ്ടമായി പോകുന്നത് സ്നേഹം മാത്രമാണ്. ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവനെ നിരസിക്കുവാനും ധൈര്യപ്പെടുക. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. ഭക്തരെ, നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് ഒന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം കറിവേപ്പിലയ്ക്ക് സമമാകുന്നു. അതിനാൽ സ്വയം സ്നേഹിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെക്കാൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കും. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ഭക്തരെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും ആരെ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന ചിന്തയിലേക്ക് മാറുന്നതോടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും. ലോകത്ത് ആരെയും ജയിക്കാൻ പറ്റുന്ന ഒരു ആയുധം അത് സ്നേഹം മാത്രമാണ്. എന്നാൽ ആ സ്നേഹത്തിനു പോലും വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന മറ്റൊരു സത്യമാണ് പണം. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല. ഭക്തരെ, നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്.
മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനുമാകും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.